ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനായുള്ള തെരച്ചിൽ 9ാം ദിനം പുഴയിൽ പുതിയതായി സിഗ്നൽ കണ്ടെത്തിയ സ്ഥലത്താണ് ഇന്ന് പരിശോധന നടത്തുക. റഡാർ സിഗ്നൽ ലഭിച്ച അതേ ഭാഗത്താണ് സോണാറിലും സിഗ്നൽ ലഭിച്ചത്. കൂടുതൽ യന്ത്രങ്ങൾ എത്തിച്ചാകും പരിശോധന. വിവരങ്ങൾ പി.കെ. സരീഷ് നൽകും. സരീഷ്, തെരച്ചിൽ ആരംഭിച്ചോ? എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? തിരച്ചിൽ ആരംഭിക്കും. റോഡിൽ നിന്നും 40 മീറ്റർ അകലെയുള്ള പുഴയുടെ നടുവിൽ തന്നെ വലിയ രീതിയിൽ മണ്ണ് അടിച്ചുകൂടിയത് നമുക്ക് കാണാം. ആ ഭാഗം കേന്ദ്രീകരിച്ചാണ് കൃത്യമായി പരിശോധന നടത്തേണ്ടത്. പക്ഷേ ഈ സമയമായിട്ടും രക്ഷാപ്രവർത്തനം ആരംഭിച്ചിട്ടില്ല. ഒപ്പം തന്നെ കൂടുതൽ യന്ത്രങ്ങൾ ഉൾപ്പെടെ ഇങ്ങോട്ടേക്ക് എത്തിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഈ പുഴയുടെ നടുവിലുള്ള ഭാഗത്തു നിന്നും എങ്ങനെ മണ്ണ് നീക്കം ചെയ്യാനാകും എന്നൊരു സംശയം ഇപ്പോഴും ഉണ്ട്. കാരണം കൂടുതൽ ഭൂമി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അത് നടുഭാഗത്തുള്ള രക്ഷാപ്രവർത്തനത്തിന് ഉപയോഗിക്കാനാവുന്നതല്ല. അത് റോഡിൽ നിന്നും സൈഡിലുള്ള മണ്ണ് നീക്കം ചെയ്യാൻ മാത്രമാവും ഉപയോഗിക്കാനാവുക. ഈ നടുഭാഗത്തുള്ള മണ്ണ് നീക്കം ചെയ്യുക എന്നതും ദുഷ്കരമായ പ്രവൃത്തിയാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള മണ്ണ് നീക്കം ചെയ്യാനാവും. അതോടൊപ്പം നമുക്ക് എനിക്ക് പിന്നിൽ കാണുന്ന ആ പുഴയുടെ വലതുഭാഗത്ത് നിരവധി കുടുംബങ്ങൾ ഈ പുഴ വഴിമാറി ഒഴുകുകയും അവിടെയുള്ള സ്ഥലം മുഴുവൻ അല്ലെങ്കിൽ ഭൂമി മുഴുവൻ താഴേക്ക് പുഴയിലേക്ക് പതിക്കുകയും ചെയ്യുന്ന ഒരു കുടുംബങ്ങൾ അവിടെ താമസിച്ചിരുന്നു എന്നാണ് പ്രദേശവാസികൾ തന്നെ പറയുന്നത്. അവരുടെ വീടുകൾ കാണാനില്ല. പക്ഷെ ഇപ്പോഴും സംസ്ഥാന സർക്കാരിന്റെ, കർണാടക സർക്കാരിന്റെ കണക്ക് പ്രകാരമാണെങ്കിൽ 2 വീടുകൾ മാത്രമാണ് അവിടെ നിന്നും അപകടത്തിൽപ്പെട്ടത് എന്നാണ് പറയുന്നത്. പക്ഷേ അതൊരു ഒരു കരപ്രദേശമാണ്, ഒരു റവന്യൂ ഭൂമിയാണ്, അതൊരു സർക്കാരിന്റെ അധീനതയിലുള്ളതാണ്. പക്ഷെ അവിടെ നിരവധി കുടുംബങ്ങൾ താമസിച്ചിരുന്നു എന്ന് പ്രദേശവാസികൾ പറയുമ്പോഴും സർക്കാരിന്റെ കണക്കിൽ വെറും 2 കുടുംബങ്ങൾ മാത്രം അതിൽ അപകടത്തിൽപ്പെട്ടവരുണ്ട്. ഒരു കുടുംബത്തിൽ 5 പേർ മരിച്ചിട്ടുണ്ട്. അങ്ങനെ സർക്കാർ കണക്കുകളിൽ ഇപ്പോഴും അവ്യക്തതയുണ്ട്. എന്തായാലും രക്ഷാപ്രവർത്തനം നടത്തേണ്ടത് ഈ റോഡിന്റെ വലതുഭാഗം ചേർന്നും ഈ പുഴയിൽ അടിഞ്ഞുകൂടിയ മണ്ണ് നീക്കം ചെയ്തുമാണ്. അന്ന് തന്നെ ഒരു സംശയം ഉണ്ടായിരുന്നത് ഈ ലോറി ഏതെങ്കിലും രീതിയിൽ പുഴയിലേക്ക് എത്തുകയാണെങ്കിൽ ഒറ്റയടിക്ക് ഈ ഇടതുഭാഗത്തു നിന്നും വാഹനം മണ്ണുൾപ്പെടെ ഒലിച്ചിറങ്ങുന്ന ഒരു സാഹചര്യം, അത് വലതുഭാഗത്തേക്ക് പോയാൽ റോഡിന്റെ പുഴയുടെ നടുഭാഗത്തോ അല്ലെങ്കിൽ ഈ റോഡിനും പുഴയുടെയും സൈഡിൽ തന്നെയോ ആവാം എന്ന സംശയമായിരുന്നു ഉണ്ടായിരുന്നത്. അത്തരത്തിലുള്ള പ്രവർത്തികൾ തന്നെയാണ് അല്ലെങ്കിൽ തന്നെയാണ് ഇപ്പോൾ നടത്തുന്നത്. പക്ഷെ ആ നടുഭാഗത്തുള്ള മണ്ണ് നീക്കം ചെയ്തുകൊണ്ടുള്ള പ്രവൃത്തി എത്രത്തോളം ദ്രുതഗതിയിൽ പൂർത്തിയാക്കാനാകും എന്ന സംശയമാണ് ഇപ്പോൾ എല്ലാവർക്കും ഉള്ളത്. എന്തായാലും രക്ഷാപ്രവർത്തനം അല്പസമയത്തിനകം തന്നെ കരസേനയും ഒപ്പം തന്നെ നാവിക അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ ഇന്നും തുടരും. ലോഹഭാഗങ്ങളുണ്ടെന്ന് സോണാർ സിഗ്നൽ കിട്ടിയ ഭാഗത്ത് ആധുനിക ഉപകരണം ഉപയോഗിച്ചുള്ള പരിശോധനയ്ക്കാണ് ഇന്ന് സംഘം തയ്യാറെടുക്കുന്നത്. മുൻ സൈനിക ഉദ്യോഗസ്ഥനടക്കം സ്ഥലത്തെത്തും എന്നുള്ളത് വലിയ പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. ഗംഗാവലിപ്പുഴയുടെ നടുക്ക് കൂടിക്കിടക്കുന്ന മൺകൂനയ്ക്കകത്താണ് സിഗ്നൽ ലഭിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. സരീഷ് പറഞ്ഞതുപോലെ എത്തരത്തിലാണ് ഇത്, ഈ പുഴയുടെ നടുക്കാണ് ഈ മൺകൂന, എത്തരത്തിലാണ് ഈ അതിനകത്തുള്ളൊരു തെരച്ചിൽ? അതോടൊപ്പം തന്നെ ഇന്നലെ നമ്മൾ കണ്ടതാണ് രഞ്ജിത്ത് അടക്കമുള്ള ആൾക്കാരെ രക്ഷാദൗത്യത്തിൽ ആ സ്ഥലത്തേക്ക് കടത്തിവിടാതെയുള്ള സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇന്നെങ്ങനെയാണ് സരീഷ് സാഹചര്യം? അതായത് പുഴയുടെ നടുവിലുണ്ടായ ഈ മണ്ണിടിച്ചിലിന്റെ ഭാഗമായി ഉണ്ടായ മൺതിട്ടകൾ അതിനടിയിൽ പരിശോധന നടത്തും. അതോടൊപ്പം തന്നെ കരസേന പുഴയുടെയും അത്തരത്തിൽ ഇന്നും അർജുനായി തെരച്ചിൽ ഉടൻ തന്നെ ആരംഭിക്കുമെന്നാണ് മനസ്സിലാകുന്നത്. സോണാർ സിഗ്നൽ കിട്ടിയ ഭാഗത്ത് ആധുനിക ഉപകരണം ഉപയോഗിച്ചായിരിക്കും തിരച്ചിൽ നടത്തുക. കര നാവിക സേനകൾ ചേർന്ന് സംയുക്തമായിരിക്കും തിരച്ചിൽ നടത്തുക. നദിക്കരയിൽ നിന്ന് 40 മീറ്റർ അകലെയാണ് സോണാർ സിഗ്നൽ ലഭിച്ചത് എന്നാണ് ഏറ്റവും ഒടുവിൽ മനസ്സിലാകുന്ന വിവരം. അവിടെയാണ് ഇന്ന് സംയുക്തമായുള്ള പരിശോധന നടത്തുക. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു പി.കെ. സരീഷ്.